ഒരു യൂസ്ഡ് വെഹിക്കിൾ സെയിൽ ആകുന്ന സമയത്ത് അതിന്റെ ഓണർഷിപ്പ് മാറാൻ എത്ര സമയം എടുക്കും? അത് ആരാണ് മാറേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓണറിൻ്റെയാണ് മെയിനായിട്ട് വരുന്നത്. അതായത് നമ്മൊരു ഒരു പ്ലാറ്റ്ഫോം ത്രൂ അല്ല ആ വണ്ടി വിൽക്കാൻ ശ്രമിക്കുന്നതാണെങ്കിൽ എക്സ്ക്ലൂഡ്ലി നമുക്ക് ഫസ്റ്റ് ഓണറിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് അത് വരുന്നത്. കാരണം അയാളുടെ റിസ്ക്കാണ് സ്വാഭാവികമായിട്ട്. ഒരിക്കലും നമ്മൾ സെക്കൻഡ് ഓണേഴ്സ് ഇപ്പോൾ OLX പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഒരു കസ്റ്റമർ വരുന്നു, വണ്ടി കാണുന്നു, ഇഷ്ടപ്പെടുന്നു, വണ്ടി പേയ്മെൻറ്റ് കൊടുത്ത് മേടിക്കുന്നു, പേര് ഞാൻ മാറിക്കോളാം എന്നുള്ള പേരിൽ വണ്ടിയുടെ RC മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. ചില ടൈമിൽ അത് മാറാറില്ല. പണ്ട് എനിക്ക് എൻ്റെ ഫാദറിന്, ഞാൻ എൻ്റെ ചെറുപ്പത്തിലായിരുന്നപ്പോഴത്തേക്കും ഒരു വണ്ടി ഇതേപോലെ വിറ്റിട്ട് പുള്ളിക്കാരൻ വിറ്റു, പേര് മാറിക്കോളാമെന്ന് മേടിച്ച ആൾ പറഞ്ഞു ഓക്കെ. ആ ട്രസ്റ്റിൻ്റെ പുറത്ത് പുള്ളിക്കാരനെ RC ബുക്കും കൊടുത്തേൽപ്പിച്ചു. ഒരുപാട് നാളായിട്ട് പേര് മാറാണ്ടായി. ലാസ്റ്റ് ഇൻഷുറൻസ് റിന്യൂ ചെയ്യേണ്ട ടൈം ആയപ്പോഴത്തേക്കും അവർ ഇൻഷുറൻസ് വിളിച്ച് ആദ്യമേ പുതുക്കി പോകുമായിരുന്നു. അപ്പോൾ അവരുടെ നിയർ ബൈ ഉള്ള ഏജന്റ് ത്രൂ ആയിരുന്നു അവർ ഇൻഷുറൻസ് പോളിസി പുതുക്കിക്കൊണ്ടിരുന്ന വെച്ചത്. അപ്പോൾ നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഒന്നും നോക്കിയിട്ടൊന്നും ഒരു നടപടിയൊന്നും നടന്നില്ല. അതായത് നമ്മുടെ ഇന്ന് നമ്പറും മിസ്സായിപ്പോയി. കുറേ നാളായിട്ട് നമ്മളിന്ന് നോട്ട് ചെയ്യണം, പേരിൽ നിന്ന് മാറിയിട്ടില്ല. നമ്മൾ ഇതിനെപ്പറ്റി ഒരു അവെയർ ആവുന്ന ടൈമിലാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഇത് നമ്മുടെ പേരിൽ തന്നെ കിടപ്പുണ്ട്. അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓണർ നമ്മൾ തന്നെയാണ് ഇപ്പോഴും. ഫസ്റ്റ് ഓണറിൽ മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് നമ്മുടെ കയ്യിൽ നമ്പറില്ല, ഒന്നുമില്ല, ഒരു വഴിയില്ല. അപ്പോൾ നമ്മൾ ലീഗലി ഒരു അഡ്വൈസ് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കും. നമ്മുടെ അഡ്വക്കേറ്റിൻ്റെ ഒരു കൺസൾട്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ പറയുന്ന ഒരു കേസാണ്, നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യും. അത് നിങ്ങളുടെ വണ്ടി ഇന്ന പോലെ മിസ്സായിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമ്മൾ കൊടുത്തിട്ട് പേര് മാറിയില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് അല്ല അവിടെ വാലിഡ് ആയിട്ടുള്ളത്. കാരണം അതുവഴി വല്ല ഇല്ലീഗൽ ആക്ടിവിറ്റീസോ ഇല്ല ആക്സിഡൻറ്റ് കേസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ തന്നൊരു അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊരു കേസ് ഫയൽ ചെയ്യാനാണ് പറഞ്ഞത്, വണ്ടി മിസ്സിങ് ആണെന്നുള്ള രീതിയിൽ. എപ്പോൾ അത് കിട്ടുന്നു ആ ടൈമിൽ ബാക്കി കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ച് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതിൽ പുള്ളിക്കാരൻ ആ ഒരു അഡ്വൈസ് തന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അത് ഇൻഷുറൻസിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞായിരുന്നു. ടൈം പീരീഡ് കഴിഞ്ഞിട്ട് അവരുടെ ഏജൻസിയിൽ നിന്ന് പേപ്പർ പോയി. അതായത് പേപ്പർ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ഓണറിൻ്റെ അഡ്രസ്സിലേക്കാണ് വന്നത്. അപ്പോൾ പുതുക്കിയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഫോൺ നമ്പർ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ റിന്യൂ ചെയ്ത ടൈമിൽ. അപ്പോൾ ആ നമ്പർ നമ്മുടെ കയ്യിൽ കിട്ടി. നമ്മുടെ കയ്യിൽ പോളിസി റിന്യൂ ചെയ്യാനുള്ള നോട്ടീസും കിട്ടി. ആ നോട്ടീസ് വെച്ചിട്ട് നമ്മൾ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സംഭവം ചെയ്യിപ്പിച്ച് ക്ലിയർ ചെയ്യാൻ അന്ന് നമ്മൾ ചെയ്തത്. ഇന്നും ഒരുപാട് പേര് അങ്ങനെ ആ ഒരു എന്താ പറയുക വിശ്വാസത്തിൻ്റെ പുറത്ത് കൊടുത്ത് വിടുന്നവർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എന്താ ഈ പറഞ്ഞ ആഫ്റ്റർ എന്ന് പറയുന്ന സംഭവം എന്തൊക്കെ വരും എന്നുള്ളത് നമുക്ക് ഒരിക്കലും റീജഡ്ജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഏത് രീതിയിലേക്ക് അത് പോകും, എങ്ങനെയൊക്കെ അത് യൂട്ടിലൈസ് ആവും, ആരൊക്കെ കൊണ്ടുപോയി. ഇപ്പോൾ നമ്മൊരാൾ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വണ്ടിയിൽ നിന്ന് എത്ര പേര് യൂസ് ചെയ്യാനുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഞാനൊരു വണ്ടിയുണ്ട്, എൻ്റെ വണ്ടി എൻ്റെ സുഹൃത്തുക്കൾ പലരും ഇപ്പോൾ തരാമെന്ന് പറയും കൊണ്ടുപോകുന്നവരുണ്ട്. ചിലപ്പോൾ 1 മണിക്കൂർ എന്നുള്ളവർ ചിലപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും വന്നവരുണ്ട്. നമ്മ പക്ഷേ അതിലെന്തൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ ബിഹേവിയർ ചെയ്യാറില്ല. നമ്മൾ വിശ്വാസത്തിൻ്റെ പുറത്ത് കൊടുത്തു വിടും. പക്ഷെ അത് ചിലർ പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യും, ചിലവർ ഒട്ടും പ്രോപ്പർ അല്ലാത്ത രീതിയിൽ അവരുടേതായ എന്താ പറയുക ഇല്ലീഗലും പല രീതിക്കുള്ള അനാവശ്യമായ ആക്ടിവിറ്റീസിനൊക്കെ യൂസ് ചെയ്യും. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരുമ്പോഴത്തേക്കും നമ്മളിലേക്ക് അത് തിരിഞ്ഞു വരും. അതേപോലെ തന്നെയാണ് വണ്ടി ആദ്യമേ കൊടുത്ത ഒരാൾക്കും വന്ന ബുദ്ധിമുട്ട്. സ്വാഭാവികമായിട്ട് എപ്പോഴും അഷ്യൂർ ചെയ്യുക വണ്ടി പേര് മാറിയിട്ടുണ്ടെന്നുള്ളത്. മാക്സിമം കൊടുത്തു വിടുന്ന ഓണറിലേക്ക്, അതായത് മേടിക്കുന്ന ആളുടെയിലേക്ക് RC ഒറിജിനൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാതിരിക്കുക. പറ്റുമെങ്കിൽ ഒരു RTO കൺസൾട്ടൻറ്റിനെ വെച്ച് അവനവൻ തന്നെ അത് ക്ലിയർ ചെയ്ത് വിടാൻ വേണ്ടിയുള്ളത് ശ്രമിക്കുക. അതിനുശേഷം ഇൻഷുറൻസും കൂടി പുള്ളിക്കാരൻ്റെ പേരിലേക്ക് കൺവേ ചെയ്യാന്നുള്ളത് അഷ്യൂർ ചെയ്യുക. കാരണം അതും വലിയൊരു തലവേദനയുള്ള കേസാണ്. കാരണം നമ്മൾ പറയുന്ന പോലെയൊന്നുമല്ല. ആഫ്റ്റർ ദാറ്റ് എപ്പോഴെങ്കിലും ഇൻഷുറൻസിൻ്റെ സംഭവം ഇപ്പം എന്തെങ്കിലും ഒരു ക്ലെയിംസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓണർ അതിലേക്ക് വലിഞ്ഞു വരും. അതായത് ലീഗലി പുള്ളിക്കാരൻ്റെ പേരിലാവുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ വരേണ്ടി വരും. ഓരോ ഹിയറിങ് കാര്യങ്ങൾക്കൊക്കെ പുള്ളിയുടെ ആവശ്യം വരും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നീട് അത് ബുദ്ധിമുട്ടാവും. ഫസ്റ്റ് ഓണർ ഇപ്പോൾ എടുത്ത ആൾക്കാണെങ്കിലും ഫസ്റ്റ് ഓണറിൻ്റെ കാല് പിടിക്കേണ്ടി വരും. കാരണം ആ ഇൻഷുറൻസ് എമൗണ്ട് ക്ലെയിമായി കിട്ടണമെങ്കിൽ പുള്ളി വേണം. ഇപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളാണ്. RC ട്രാൻസ്ഫർ എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഷുറൻസും ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത്. അതാണ് അതിൽ മെയിനായിട്ട് വരുന്നത്.